ഡയറ്റ് എന്നും ചോറ് ഒഴിവാക്കുന്നു തുടങ്ങി നിരവധി കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ എപ്പോഴും കഴിക്കാറുള്ളതാണ് ചപ്പാത്തി. പലപ്പോഴും കുഴച്ച് പരത്തി ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാട് ഓർത്ത് കടയിൽ നിന്ന് ഹാഫ് ബോയിൽഡ് പാക്കറ്റ് ചപ്പാത്തികൾ വാങ്ങുന്നതാണ് പതിവ്. കഴിക്കാൻ രുചിയും സോഫ്റ്റുമാണെങ്കിലും അതത്ര നല്ലതല്ല ഈ പാക്കറ്റ് ചപ്പാത്തികൾ. സാധാരണഗതിയിൽ 2-3 ദിവസമാണ് ഒരു ചപ്പാത്തി കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുക. എന്നാൽ പാക്കറ്റ് ചപ്പാത്തി ഇതിൽ കൂടുതൽ കാലം ഉപയോഗിക്കാനാവും. ഇത്തരം പാക്കറ്റ് ചപ്പാത്തിയിൽ കേടാകാതിരിക്കാനുള്ള ചില രാസവസ്തുക്കൾ ചേർക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഇങ്ങനെ ഇരിക്കാനുള്ള കാരണം. സോഡിയം ബെൻസോയേറ്റ്, സോഡിയം പ്രൊപ്പണേറ്റ്, കാൽസ്യം പ്രൊപ്പണേറ്റ്, ബെൻസോയിക് ആസിഡ് തുടങ്ങിയ പല കെമിക്കലുകളും ഇതിൽ ചേർക്കുന്നുണ്ട്. ഇവയൊന്നും ആരോഗ്യത്തിന് ഗുണം ചെയ്യില്ല. ബേക്കിംഗ് സോഡ, വനസ്പതി പോലുള്ള ഹൈഡ്രോജനറ്റ് ഫാറ്റ് എന്നിവ മാവിൽ ചേർക്കുമെങ്കിലും ഇവ പാക്കറ്റിൽ അടയാളപ്പെടുത്തില്ല എന്നതും മറ്റൊരു ഗുരുതരമായ വിഷയം. ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരം ചേർക്കാൻ സാധിക്കുന്ന ഒന്ന് സോർബിക് ആസിഡ് മാത്രമാണ്. മറ്റുള്ളവ അനുവദനീയമായതല്ലെന്ന അർത്ഥം. എന്നാൽ സോർബിക് ആസിഡ് ചേർത്തുണ്ടാക്കുന്ന ചപ്പാത്തി ഏറിയാൽ 15 ദിവസം മാത്രമേ കേടാകാതിരിക്കൂ. മാത്രമല്ല ഇവ ഓരോന്നും പൊതിഞ്ഞു വയ്ക്കുകയും ഫ്രിഡ്ജിൽ വയ്ക്കുകയും വേണം, അല്ലെങ്കിൽ കേടാകും. എന്നാൽ പലതും ഇത്തരം രീതിയിൽ സൂക്ഷിക്കാറേയില്ല. പാക്കറ്റ് ചപ്പാത്തികളിലുള്ള കാൽസ്യം പ്രൊപ്പണേറ്റ് എന്ന പ്രിസർവേറ്റീവ് അൾസറിനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും വരെ കാരണമാകാം. അതിനാൽ പാക്കറ്റ് ചപ്പാത്തി വാങ്ങുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള പ്രിസർവേറ്റീവുകൾ ഏതെന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. പാക്കറ്റ് ചപ്പാത്തികൾ സോഫ്റ്റ് ആയിരിക്കാൻ ഉപയോഗിക്കുന്ന ബെൻസോയിക് ആസിഡ് സ്ഥിരമെന്ന പോലെ ഉള്ളിൽ ചെല്ലുമ്പോൾ കുടലിന് പ്രശ്നം, ആസ്മ, ചർമ്മ പ്രശ്നം തുടങ്ങിയ പലതും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുട്ടികളിൽ ഇത് ഏകാഗ്രത കുറവ്, ഉറക്കക്കുറവ്, അസ്വസ്ഥത തുടങ്ങിയവയും ഉണ്ടാകാം. സോഡിയം പ്രൊപ്പണേറ്റ് ഉള്ളിൽ ചെല്ലുന്നത് മനം പിരട്ടൽ, ഗ്യാസ് പോലുള്ള അസ്വസ്ഥതകൾക്കും കാരണമാകാം. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഗോതമ്പ് പൊടി വാങ്ങി വീട്ടിൽ തന്നെ കുഴച്ചു പരത്തി ചപ്പാത്തി ചുടുന്നതാണ് നല്ലത്.